ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. അതിനായി 1 കിലോ ബീഫിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വേവിച്ച് വെക്കുക. ഇതൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ പരുവത്തിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് മാറ്റുക. നന്നായി ഇളക്കി ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവോള ആഡ് ചെയ്യാം, ചെറുതായി അരിഞ്ഞത്. 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടുക. ഇപ്പോൾ പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതിട്ടിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ആറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിൽ മുക്കി എല്ലാം എടുത്ത് വയ്ക്കുക. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കട്ട്ലേറ്റ് ഇട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലേറ്റ് റെഡിയായിരിക്കുന്നു. ടൊമാറ്റോ സോസോ സാലഡോ കൂട്ടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നന്ദി.